മണ്ഡലകാലം തുടങ്ങി. ഇനി എൻ്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പനെ കുറിച്ചുള്ളതാണ്. ഇതിനു മുമ്പ് കൃപാസനത്തെക്കുറിച്ചുള്ള ഒരു സംശയം ഞാൻ പ്രകടിപ്പിച്ചു, ഒരു വീഡിയോ ചെയ്തു, അതിൻ്റെ പൊങ്കാലയും കിട്ടി. ഇനി അയ്യപ്പനെ കുറിച്ചുള്ള വീഡിയോയ്ക്ക് പൊങ്കാല കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നാലും നമുക്കൊന്ന് നോക്കിയേക്കാം. അതായത് എൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ തത്വമസിയെക്കുറിച്ചാണ്. തത്വമസിയുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീ ആവുന്നു എന്നാണല്ലോ. അപ്പോൾ ഈ പെരിയ സ്വാമി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതായത് 10ഉം 15ഉം പ്രാവശ്യം പോയി കഴിയുമ്പോഴത്തേക്കും ഇദ്ദേഹത്തെ പെരിയ സ്വാമിയാക്കും. പിന്നെ ഇവർക്ക് ഇദ്ദേഹത്തിന് കെട്ടുമുറുക്കിനൊക്കെ കാർമ്മികത്വം വഹിക്കുന്നതൊക്കെ ഇദ്ദേഹമായിരിക്കും. അപ്പോൾ തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീയാണ് എന്ന് മനസ്സിലാക്കിയ ആളാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം വീണ്ടും വീണ്ടും ശബരിമലയ്ക്ക് പോവുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അതായത് തത്വമസിയുടെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് പോകണ്ടാത്ത ഒരു ക്ഷേത്രമാണ് ശബരിമല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ ഉള്ളവന് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബരിമല അയ്യപ്പനെ നമുക്കൊരു കാര്യം ചെയ്യാം, ദൈവം എന്നുള്ള സംഭവം എടുത്ത് മാറ്റിയിട്ട് വെറും ഒരു മനുഷ്യനായിട്ട് കണ്ടിട്ട് ഇതിൻ്റെ ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് അയ്യപ്പനൊരു വ്യക്തിയാണ്, അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചര്യം ആണെന്ന് വെച്ചു, സസ്യഭുക്കാണ്. ഇങ്ങനെയുള്ള ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാധാരണ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിന് ഇതിൻ്റെ സുഖവും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതായത് ശാരീരികവും മാനസികവുമായിട്ടുള്ള സുഖം, ഇങ്ങനെ ഈ നിലയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് സുഖങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടും എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഇദ്ദേഹം നേരെ ഒരു ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയാണെന്ന് കൂട്ടിക്കും. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ് ശബരിമല. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സസ്യബുക്ക്, പിന്നെ ഈ പറഞ്ഞ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറഞ്ഞ സാധനമൊക്കെ അറിയണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ത്രീകളുമായിട്ടുള്ള സംസർഗം ഒഴിവാക്കുക. മനസ്സിലായോ? അപ്പോൾ വൃശ്ചിക 1-ാം തീയതി ഒരു മനുഷ്യൻ മാല ഇടുകയാണെന്ന് കണക്കാക്കുക. അന്ന് മുതൽ ഇയാൾ വളരെ നല്ല മനുഷ്യനായിരിക്കും. സഹജീവികളോട് സ്നേഹം, പിന്നെ മാംസാഹാരങ്ങൾ ഒഴിവാക്കുന്നു, പച്ചക്കറികൾ മാത്രം കഴിക്കുന്നു. അപ്പോൾ ഈ പച്ചക്കറികൾ മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടവർക്കറിയാം ശാരീരികമായിട്ട് നല്ല സുഖം, വയറ്റിൽ നിന്ന് പോകുന്നു, ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. പിന്നെ വെളുപ്പിന് എഴുന്നേൽക്കുന്നു, ഈ പറഞ്ഞ പോലെ ശരണം വിളിക്കുന്നു, അതിനുശേഷം വൈകുന്നേരം കുളിക്കുന്നു, ശരണം വിളിക്കുന്നു, വിളക്ക് കത്തിക്കുന്നു. ഈ നല്ല സുഖം, ശരീരത്തിന് നല്ല സുഖം, മാനസികമായിട്ട് നല്ല സുഖം. അതായത് അയാൾ ഇത്ര നാളും ജീവിച്ചിരുന്ന ഈ മദ്യം പുകവലി എല്ലാം ഒഴിവാക്കുക. പിന്നെ ഇനി പറഞ്ഞ പോലെ സ്ത്രീ സംസർഗം പാടില്ലല്ലോ. അപ്പോൾ ആ കാര്യത്തിനും പുള്ളി നിയന്ത്രിക്കുന്നു, മാനസികമായിട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കത്തുള്ളൂ, എന്നാലും ശ്രമിക്കുകയാണ്. അതായത് സ്ത്രീകളെ കണ്ടു കഴിയുമ്പോൾ മറ്റ് ചിന്താഗതികളൊന്നും തോന്നാത്ത രീതിയിലൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകണം. അപ്പോൾ ഒരു കുറച്ച് നാൾ, ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് തന്നെ ഇത് ഇയാളുടെ സ്വഭാവമായിട്ട് മാറുകയാണ്. അങ്ങനെ 41 ദിവസത്തിന് ശേഷം ഇദ്ദേഹം മല കയറുകയാണ്. മല കയറുമ്പം ഒന്നാമത്തെ കാര്യം സസ്യബുക്ക് എന്ന് പറയുന്ന സംഭവം ആയതുകൊണ്ട് ഇദ്ദേഹം കണ്ട കടച്ചാതി, അതായത് ഈ മത്സ്യവും ചീഞ്ഞളിഞ്ഞ മീനും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഇദ്ദേഹം കയറുന്നത്. അപ്പം വയറ്റിൽ സുഖമാണ്, ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കയറ്റം കയറാനായിട്ട് അണയ്ക്കുന്നില്ല, കാരണം സീട്ട് വലി ഒഴിവാക്കി, മദ്യപാനം ഒഴിവാക്കി, അതുകൊണ്ട് കയറ്റം കയറാനായിട്ടും എല്ലാം സുഖം. ചില ആൾക്കാർ പറയുന്ന കേൾക്കാം സീട്ട് വലിച്ചാൽ കുഴപ്പമില്ല, മദ്യപിച്ചാൽ കുഴപ്പമില്ല എന്നൊക്കെ പറയാം. ഇതൊക്കെ ഇതിനകത്തൊരു പോയിന്റാണ്. കാരണം ഈ സീട്ട് വലിയും മദ്യപാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കയറ്റം കയറുമ്പോൾ നിങ്ങൾ അണയ്ക്കും. അപ്പോൾ നിങ്ങൾ അവിടെ പറയുന്നത് എന്താണ്? അവൻ്റെ നോയമ്പ് തെറ്റിയെന്നുള്ളത് ശരിയാണ്, അയ്യപ്പൻ കോപിച്ച് മറ്റേതാ മറിച്ച്, അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഓരോരുത്തരുടെ വിശ്വാസം അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ യഥാർത്ഥത്തിൽ അയാളുടെ ശരീരം സമ്മതിക്കാത്തതിൻ്റെ കാരണം ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ 41 ദിവസത്തെ നോയമ്പ് എടുക്കണം എന്ന് പറയുന്നത്. അല്ലാതെ കണ്ട് നിങ്ങൾ സീട്ട് വലിച്ചാലോ പുക വലിച്ചാലോ അയ്യപ്പൻ ഇത് കാണാനായിട്ടൊന്നുമില്ല. നിനക്കൊക്കെ കയറ്റം കയറുമ്പം പണ്ടാറടങ്ങിപ്പോവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുമെല്ലാം നടന്ന് ഇയാൾ മേളിലെത്തുകയാണ്. അപ്പോൾ അയ്യപ്പൻ പറഞ്ഞ പോലെ സ്ത്രീകളുമായിട്ട് ഒഴിവാക്കി, മത്സ്യമാംസാദികൾ ഒഴിവാക്കി, സഹജീവി സ്നേഹമായി, പിന്നെ ലളിതമായിട്ടുള്ള ജീവിതം, ഇതെല്ലാം ആയിട്ട് മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ആണ്ട്ര എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി. ആരെ കാണാനായിട്ടാണോ വന്നത്? അത് നീ തന്നെ, അതായത് നിൻ്റെ ഉള്ളിലെ നീ തന്നെ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് നിൻ്റെ ജീവിതം ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നീ ഓക്കെയാണ്, സെറ്റാണ്. പക്ഷെ നമ്മുടെ ഈ ലൗകിക ജീവിതത്തിൽ ഇതെല്ലാം മറ്റും പാലിക്കാൻ ഒക്കത്തില്ല. അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, അയ്യപ്പനെ ഒരു വ്യക്തിയായിട്ട് മാത്രം കണ്ടിട്ട് അദ്ദേഹം തുടങ്ങിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കരുതിയാണല്ലോ ഞാൻ ഈ കഥകളെല്ലാം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാലിക്കേണ്ട ഈ നിബന്ധനകളെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഓക്കെ ആണെന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ ചെന്ന് കയറി തത്വമസിയാണെന്ന് മനസ്സിലാക്കി അതിനുശേഷം വീണ്ടും ചെല്ലുക. അപ്പോൾ അയ്യപ്പൻ പറയുക, ചേട്ടാ നിന്നോട് ഞാൻ ഇതല്ലടാ പറഞ്ഞത്, നീ ഇതുപോലെ തന്നെ നിൻ്റെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് പറഞ്ഞു. നീ വീണ്ടും കയറി വന്നിട്ട് എന്നോട് വന്നിട്ട് എൻ്റെ അയ്യപ്പ എന്നെ രക്ഷിക്കണേ, എനിക്ക് ഇന്ന പോലെ ഒരു കാറ് വേണേ, ബസ് വേണേ, ലോറി വേണേ, എനിക്കൊരു ബിസിനസ് സംരംഭം തുടങ്ങണം, വിജയിക്കണേ എന്നൊക്കെ പറഞ്ഞ് നീ എന്നോട് വന്ന് പറയുന്നത് എന്തിനാ? എടാ നീ ഇത് തന്നെയാണ് ആ തത്വമസി, നീ ആ രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നീ ഓക്കെ ആണെന്നല്ല എന്നോട് ഞാൻ പറഞ്ഞു വിട്ടത്. നീ വീണ്ടും വന്നിട്ട് നീ ഇതും വായിച്ചിട്ട് വീണ്ടും വന്ന് എൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനായിട്ടാ സഹോദര എന്ന് പറയും. ഇവന്മാർ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുക. അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, തത്വമസിയുടെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും പോകുന്നത് എന്തിനാണ്? അതായത് ഞാൻ പറഞ്ഞ ഈ പെരിയസ്വാമി എന്ന് പറഞ്ഞ വ്യക്തിക്ക് അപ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ലേ? ഇവർ 10ഉം 15ഉം കഴിഞ്ഞിട്ട് വീണ്ടും 20-25 പ്രാവശ്യം വീണ്ടും ഈ തത്വമസി എന്ന് പറഞ്ഞുകൊണ്ട് കയറിക്കൊണ്ടിരിക്കുക. അതെനിക്ക് മനസ്സിലാകാത്തത്.
എന്നാ കോമഡിയാണെന്ന് ആലോചിച്ച് നോക്കി. ഈ തത്വമസിയുടെ അർത്ഥം പലർക്കും അറിയാം. ഇതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. അതിനുശേഷം ഇവർ മലയിറങ്ങി വന്നിട്ട് തിരിച്ചു വന്നിട്ട് ഒരു പൈൻറ്റും മേടിച്ചടിക്കും, സിഗരറ്റും വലിക്കും. ഈ പറഞ്ഞ പോലെ സഹജീവ സ്നേഹവും അതോടെ ഉപേക്ഷിക്കും. പിന്നെ പണ്ടാറടങ്ങി വീണ്ടും പഴയ ലൈഫ്. പിന്നെ അടുത്ത മണ്ഡലകാലമാകുമ്പോൾ വീണ്ടും സുന്ദര കില്ലാടി. ഞാൻ പറയുന്നത് പറഞ്ഞാൽ നമുക്കിതെല്ലാം മറ്റും ഒഴിവാക്കാനൊന്നും പറ്റില്ല. മത്സ്യമാംസമൊക്കെ എല്ലാം പറ്റും. പക്ഷേ ആ ലൈഫ് കൊണ്ട് നമ്മൾ എന്താണ് പഠിച്ചത്, ആ സാധനം മാത്രം അവിടെ നിലനിർത്താനേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. ഇപ്പം അതായത് നമ്മൾ ഈ സഹജീവി സ്നേഹം പോലെയുള്ളതാണെങ്കിലും, അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കാതിരിക്കുന്നതും, അല്ലെങ്കിൽ ലൈംഗിക ചുവയോടെ ഉള്ള നോട്ടവും കാര്യങ്ങളും അങ്ങനെയുള്ള ഒഴിവാക്കുക, മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ ജീവിക്കുക, ആ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ഏതാണ്ടൊക്കെ പാലിക്കാനായിട്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ മദ്യമൊക്കെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എത്ര പേരെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നെ കൊണ്ടൊക്കത്തില്ല കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. അപ്പം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് എന്താണ് അതിനകത്തുനിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത് അത് മാത്രം മനസ്സിലാക്കി എടുക്കുക, പരിപാടി നിർത്തുക എന്നുള്ളതേ. അല്ലാതെ എല്ലാ വർഷവും പോയിട്ട് ഈ തത്വമസി എന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിട്ട് വല്ലത് കാര്യമുണ്ടോ? എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. വീണ്ടും കെട്ടി ശബരിമലയ്ക്ക്. അപ്പം ഞാൻ ഈ പറഞ്ഞത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. വലിയ ആചാര്യന്മാർ സംസാരിക്കുന്ന പോലെ ഒന്നും എനിക്കറിയത്തില്ല. എനിക്കൊരു നോർമൽ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ എനിക്കറിയത്തുള്ളൂ. എൻ്റെ അത് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.